നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നടത്തുന്ന ക്രമക്കേടുകളെക്കുറിച്ച് പതിവായി വാർത്ത വരാറുണ്ട്. ഒരു കാലത്ത് ബൂത്ത് പിടുത്തമടക്കം പതിവായിരുന്നു. പാർട്ടി ഗ്രാമങ്ങളിൽ കള്ളവോട്ടുകളടക്കം സജീവമായിരുന്നു താനും. ഇപ്പോഴിതാ CPM തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന രീതിയെക്കുറിച്ച് ഒരു മുതിർന്ന നേതാവ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്നാണ് മുൻ മന്ത്രി ജി സുധാകരൻ വെളിപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള പൊതുചടങ്ങിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് 36 വർഷം മുൻപ് നടത്തിയ തിരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റി സുധാകരൻ വെളിപ്പെടുത്തിയത്. സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. CPMന്റെ സർവീസ് സംഘടനയായ KSTAയുടെ നേതാവായിരുന്ന KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ട്. അന്ന് CPM സർവീസ് സംഘടനകളിലെ അംഗങ്ങളുടെ വോട്ടിൽ 15% ദേവദാസിനെതിരായിരുന്നു. 1989 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് സുധാകരന്റെ പരാമർശം. വക്കം പുരുഷോത്തമനെതിരെയാണ് അന്ന് ദേവദാസ് മത്സരിച്ചത്. 1,00,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വക്കം അന്ന് വിജയിച്ചത്. കുറച്ചുകാലമായി CPM നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ജി സുധാകരൻ. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ഓഫീസിലെത്തി മോചിപ്പിച്ച KU ജനീഷ് കുമാർ MLA വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. MLA കാണിച്ചത് പ്രമാണിമാരുടെ സംസ്കാരമാണെന്നായിരുന്നു സുധാകരന്റെ വിമർശനം. താൻ പ്രമാണിത്വവും അഹങ്കാരവും സമൂഹം അംഗീകരിക്കില്ല. ഇവിടെ നക്സലുകൾ വീണ്ടും വരുമെന്നാണ് CPM MLA വനംവകുപ്പ് ഓഫീസിൽ കയറി പറഞ്ഞത്. CPMന്റെ നയം തീവ്രവാദത്തിനെതിരാണ്. MLA പഠിച്ചത് കമ്മ്യൂണിസ്റ്റ് പുസ്തകമല്ല, വേറെ പുസ്തകമാണ്. നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റിനൊപ്പം. ഇടതുപക്ഷക്കാരിൽ നിന്നും ജനങ്ങൾ അഹങ്കാരം പ്രതീക്ഷിക്കുന്നില്ല. വിനയത്തോടെ ഉറച്ച നിലപാടോടെ പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അടുത്തിടെയെല്ലാം തന്നെ ജി സുധാകരൻ നടത്തിയ ചില പ്രസ്താവനകളൊക്കെ തന്നെ CPMനെ വെട്ടിലാക്കുന്നതായിരുന്നു. നേരത്തെ പോലീസിനെതിരെ വിമർശനവുമായും സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്കിലൂടെയുള്ള അധിക്ഷേപത്തിന് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ 2 പരാതി നൽകിയിരുന്നു. എന്നാൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടില്ല. അധിക്ഷേപിച്ചവർ മാപ്പ് പറഞ്ഞെന്ന് മാത്രം പറഞ്ഞു. FIRO മാപ്പ് പറഞ്ഞ രേഖയോ പോലും കിട്ടിയിട്ടില്ല. 4 തവണ MLA ആയ തന്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താകുമെന്നായിരുന്നു ജി സുധാകരന്റെ വിമർശനം. നിയമസഹായ വേദിയുടെ ആലപ്പുഴ ജില്ലാ സമിതി രൂപീകരണവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ജി സുധാകരൻ പോലീസിനെ വിമർശിച്ചത്. കൂടുതൽ പണം നൽകുന്നവർക്ക് കൂടിയ പൂജ ചെയ്യാവുന്ന സ്ഥിതിയാണ്. തങ്ങളെക്കാൾ വലിയ ആളുകളായാണ് രാഷ്ട്രീയക്കാർ മത നേതാക്കളെ കാണുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് മത നേതാക്കൾക്ക് സമാധാനം കൊണ്ടുവരാനാകുന്നില്ല? മത നേതാക്കൾ അവരോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ നല്ല മന്ത്രിയാണെന്ന് പറയുന്നതെന്നും സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. ഭീകരർ രാജ്യത്തിനകത്ത് ദീർഘകാലമായി താമസിച്ചു വന്ന് കൊന്നിട്ട് പോയി. സുരക്ഷയുടെ കാര്യത്തിൽ ചെറിയ വീഴ്ചയല്ല ഉണ്ടായത്. എന്നിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വീടുകളിൽ എത്തിക്കുമ്പോൾ ബന്ധുക്കൾ കരയുന്നത് മനസ്സിലാക്കാം. രാഷ്ട്രീയക്കാർ എന്തിനാണ് കരയുന്നത്? മൃതദേഹത്തോട് പരമാവധി ചേർന്ന് നിന്ന് ചിത്രം വരുത്താനാണ് പല രാഷ്ട്രീയക്കാരുടെയും ശ്രമം. അതിനപ്പുറമുള്ള കാഴ്ചപ്പാട് രാഷ്ട്രീയക്കാർക്കില്ല. രാജ്യത്ത് ജനാധിപത്യം സമ്പൂർണ്ണമല്ല. ജനപ്രതിനിധിക്ക് കുറഞ്ഞത് 50% വോട്ട് വേണമെന്ന് പറയുന്നില്ലെന്നതാണ് ഭരണഘടനയിലെ വലിയ വീഴ്ച. ഇവിടുത്തെ എത്ര ജനപ്രതിനിധികൾക്ക് 50% വോട്ടുണ്ടെന്ന് നോക്കണം. പരിഷ്കൃത രാജ്യങ്ങളിലെ പോലെ കുറഞ്ഞത് 51% വോട്ട് കിട്ടിയാലും ജയിക്കൂ എന്ന ഭേദഗതി ചെയ്യണം. നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാൽ തനിക്ക് എന്ത് ലഭിക്കുമെന്നാണ് പലരും നോക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. രാജ്യത്തെ ജഡ്ജിമാരെയും ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം. സർക്കാരിനെ തിരഞ്ഞെടുക്കാമെങ്കിൽ അതിലേറെ അധികാരമുള്ള കോടതികളെയും തിരഞ്ഞെടുക്കാം. കോടതികളിൽ ഒട്ടേറെ കേസുകൾ കെട്ടിക്കിടക്കാറുണ്ട്. സുപ്രീം കോടതി എന്തുകൊണ്ട് ഇടപെടുന്നില്ല? വേണമെങ്കിൽ കൂടുതൽ ജഡ്ജിമാരെ നിയമിക്കുകയോ സ്പെഷ്യൽ കോടതികൾ ആരംഭിക്കുകയോ ചെയ്യണമെന്നും സുധാകരൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു.